ടടാ! വെൽക്കം ടു പരിഷ്കാരീസ് ഓൺ ബോർഡ്. ഇന്ന് മൂന്നെണ്ണം കൂടെ വീട്ടിലെ സഞ്ചി എല്ലാം പെറുക്കി കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന വിചാരം കറക്റ്റാട്ടോ. ഞങ്ങൾ ഇതേ ഇറങ്ങുന്നു ഗ്രോസറി ഷോപ്പിംഗ്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും ചെയ്തില്ലെങ്കിൽ വീട്ടിലെ ഫ്രിഡ്ജ് കാലിയാവുന്നൊരു പരിപാടിയാണ്. ഞങ്ങൾ ഓരോ ദിവസം പോകുന്ന ഓരോ ലുക്കിലാട്ടോ. ചില ദിവസം ആൾക്കാർ ശരിക്കും നോക്കി നിൽക്കും, ചില ദിവസം നോക്കി നിൽക്കും. ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേസ്, കണ്ടില്ലേ, റോസിക്കുട്ടി പണ്ടത്തെ സിനിമയെ കാണുന്ന പോലെ സ്ലോ മോഷനിൽ നല്ല സ്റ്റൈലായിട്ട് നടക്കാൻ നോക്കുമ്പോഴായിരിക്കും ഞാൻ നൈസായിട്ടൊരു തൊഴി വെച്ച് കൊടുക്കുന്നത്. ആ തൊഴിയുടെ ബാക്കി കാണിക്കാൻ കൊള്ളൂല കേട്ടോ, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ സീനറി അടിപൊളിയാ. അതിൽ പിന്നെ ഞങ്ങളും കൂടെ ഉള്ളപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അങ്ങനെ ഫൈനലി നമ്മൾ ലലവാടി നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ സ്റ്റോറിലെത്തി. അങ്ങനെ ഞങ്ങൾ അച്ചാർ സെക്ഷൻ എത്തി. അച്ചാർ എടുക്കൽ ഇത്ര വലിയ ടാസ്ക്കാന്ന് ഞാൻ ഇന്ന് അറിഞ്ഞേ. അച്ചാറിനെ കുറിച്ച് പിന്നെ അധികം ഒന്നും പറയണ്ടല്ലോ. ഞങ്ങൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അച്ചാർ ഒരു രാഷ്ട്രീയ കറി തന്നെ. പിന്നെ ദേ ദിയ എടുത്തിട്ട് നറുക്കൊക്കെ ഇടാൻ തുടങ്ങി. നറുക്കെട്ടിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവായി. ദേ അപ്പം നോക്കുമ്പോൾ നമ്മുടെ സോസ് അഡിക്റ്റ് സോസ് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ ആസ് യു നോ, ഏറ്റവും പുതിയ സാധനങ്ങൾ ഏറ്റവും അകത്തായതുകൊണ്ട് ആ ഒരു ട്രഡീഷൻ ഞങ്ങളും തെറ്റിച്ചില്ല. ദേ പോന്നു കയ്യാത്തോട്ട്. പിന്നെ ഹാൻഡിൽ വിത്ത് കെയർ അല്ലെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. റോസിക്കുട്ടി എടുത്തു വെക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ കുറേ നേരം കിടന്ന് ചിരിച്ചു. പിന്നെ അധികം ചിരിച്ച ആൾക്കാരെ പ്രാന്താന്ന് വിചാരിക്കും. അതുകൊണ്ട് നൈസായിട്ട് ഞങ്ങൾ സ്ഥലം കാലിയാക്കി. അവിടെ ചെന്നിട്ട് ദേ അടുത്ത തേങ്ങാ കൺഫ്യൂഷൻ തുടങ്ങി. ഈ കൺഫ്യൂഷൻ കാരണം നിൽക്കാൻ വയ്യേ എന്നും പറഞ്ഞ് ദേ റോസിക്കുട്ടി ബാസ്കറ്റ് ബോൾ കളിക്കാൻ തുടങ്ങി. അങ്ങനെ കിട്ടിയ പഴവും വയറ്റിലാക്കി സാധനങ്ങളെല്ലാം പെറുക്കി കെട്ടി ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.